ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി ലെമൺ റൈസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ തുടങ്ങല്ലേ? ആദ്യമായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി ഏകദേശം തീരാറാകുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ആഡ് ചെയ്യുക. ഉഴുന്നൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും അതിലേക്ക് 1 കപ്പിന്റെ 1/3 പാട്ട് കപ്പലണ്ടി ചേർത്ത് കൊടുക്കുക. കപ്പലണ്ടി ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 2 മീഡിയം സൈസ് സവാള ചേർക്കുക. അതിൻ്റെ കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇത് നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. പിന്നീട് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത്. തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. നെക്സ്റ്റ് ഞാനിവിടെ 3 കപ്പ് ലെഫ്റ്റ് ഓവർ റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് റൈസ് ഉപയോഗിക്കാം. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. സോനാ മസൂരി റൈസാണ് ഏറ്റവും നല്ലത്. ഇനി എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 1/2 പീസ് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുക. ഇതിൻ്റെ കൂടെ ചോപ്പ് ചെയ്ത് വെച്ച മല്ലിയില കൂടെ ചേർക്കുക. ഫൈനലി ഇതെല്ലാം കൂടി നല്ലപോലെ 1 മിനിറ്റ് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ ലെമൺ റൈസ് റെഡി. ഇതിൻ്റെ കൂടെ ചട്നിയോ പിക്കിളോ ആണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഞാനിവിടെ ബീട്രൂട്ട് പിക്കിളാണ് എടുത്തിരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.